27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. പല അവസരങ്ങളിലും ജീവിത പങ്കാളിയുടെ ഇടപെടലുകൾ സഹായകമാകും. മറ്റുള്ളവരെ സഹായിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും. കാർഷിക മേഖലയിലുള്ളവർക്ക് ഗുണകരമാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി പ്രകടമാകും. സ്ത്രീകൾ സൗഭാഗ്യവതികളായിരിക്കും ഇന്നത്തെ ദിവസം. അടുത്തത് ഭരണി നക്ഷത്രമാണ്. തൊഴിൽ രംഗത്ത് അന്യരുടെ ഇടപെടലുകൾ അസ്വസ്ഥത ഉണ്ടാക്കുമെങ്കിലും അവർ സ്വയം ഒഴിഞ്ഞു പോകുന്നതായിരിക്കും. മികച്ച ഫലങ്ങൾക്കായി ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതൽ പരിശ്രമിക്കേണ്ടതായുണ്ട്. സ്നേഹം നിറഞ്ഞ പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതായിരിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. അനവധി യാത്രകൾ വേണ്ടിവരും. മാനസികമായ സന്തുഷ്ടി അനുഭവത്തിൽ വരും. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും കൈവരും. വീട് നിർമ്മാണം തുടങ്ങുവാനുള്ള പദ്ധതിയിടും. സുന്ദര വസ്തുക്കളോടും ആഡംബര വസ്തുക്കളോടും താല്പര്യം കൂടും. നേത്രരോഗം വരാതെ ശ്രദ്ധിക്കുക. അടുത്ത രോഹിണി നക്ഷത്രമാണ്. ബന്ധുക്കളുടെ സഹായത്തോടെ അടുപ്പക്കാരുമായുണ്ടായിരുന്ന അകലം കുറയുന്നതായിരിക്കും. ഊഹക്കച്ചവടം വഴി നേട്ടമുണ്ടാക്കുവാൻ അവസരമുണ്ടാകും. യാത്ര മൂലം കാര്യനേട്ടം ഉണ്ടാകും. ആത്മാഭിമാനം തോന്നിക്കുന്ന സാഹചര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. അടുത്ത മകയിരം നക്ഷത്രമാണ്. ഉപദേശം സ്വീകരിക്കുന്നത് ഗുണം ചെയ്യും. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കും. വരവിനേക്കാൾ ചെലവ് അധികരിക്കുമെങ്കിലും ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുവാൻ കഴിയും. പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ സാധിക്കും. സന്താനങ്ങൾക്ക് പല ഗുണാനുഭവങ്ങളും വന്നു ചേരും. അടുത്ത തിരുവാതിര നക്ഷത്രമാണ്. ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. പുതിയ വ്യാപാരങ്ങൾ തുടങ്ങുവാൻ സാധിക്കും. അന്യരെ ദുഷിക്കുന്നതിന് താല്പര്യം വർദ്ധിക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ട് കുഴപ്പങ്ങൾ വരുത്തിവെക്കും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന വിഷമതകൾ ശമിക്കും. പൊതുരംഗത്തുള്ളവർക്ക് പുതിയ പ്രവർത്തന മേഖലകൾ കണ്ടെത്തുവാൻ കഴിയും. വിദേശയാത്രയ്ക്ക് അവസരങ്ങൾ കൈവരും. കലാ വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ നേട്ടം കൈവരിക്കുവാൻ സാധിക്കും. ഒരേ സമയം വിവിധ തരത്തിലുള്ള സംഗതികളിൽ ഏർപ്പെടുവാൻ കഴിയും. അടുത്തത് പൂയം നക്ഷത്രമാണ്. സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അരുതാത്തത് പ്രവർത്തിക്കരുത്. ശത്രുക്കളുടെ ഉപദ്രവം കൂടുന്നതായിരിക്കും. വാക്കുതർക്കങ്ങൾ ഒഴിവാക്കുക. ജോലിസ്ഥലത്ത് എല്ലാവരും സഹകരണത്തോടുകൂടി നീങ്ങുവാൻ സാധിക്കും. തീർത്ഥയാത്രകൾ പോകുവാൻ തീരുമാനിക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. സഹപ്രവർത്തകരുമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത ഉപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായുള്ള തർക്കങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കാണുന്നു. സഹായിക്കാം എന്ന് ഏറ്റിരുന്നവർ വാക്കുമാറ്റി പറയുന്ന അവസ്ഥ വരും. കൃഷിയിടത്തിൽ നാശത്തിന് സാധ്യത. അടുത്തത് മകം നക്ഷത്രമാണ്. ആത്മസംയമനം പാലിക്കുക. തർക്കങ്ങളിലോ വിവാദങ്ങളിലോ ഇടപെടാതിരിക്കുക. ദുഷ്ടശക്തികളിൽ നിന്നും അകലം പാലിക്കുക. സ്വന്തമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫലപ്രാപ്തി ലഭിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും നേതൃത്വം വഹിക്കുവാനും സാധിക്കും. അടുത്തത് പൂരം നക്ഷത്രമാണ്. വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കും. ജോലിക്ക് പരിശ്രമിക്കുന്നവർക്ക് നേടുവാനാകും. കുടുംബകാര്യങ്ങളിൽ മുമ്പില്ലാത്ത കരുതൽ കാണിക്കും. തൊഴിൽ സ്ഥാപനത്തിൽ ഉന്നത സ്ഥാനലബ്ധി. അടുത്ത ഉത്തരം നക്ഷത്രമാണ്. വിവാഹ കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളിൽ നിന്നും സന്തോഷാനുഭവങ്ങൾ കൈവരും. വിദ്യാർത്ഥികൾക്ക് നല്ല കാലമാണ്. മാതൃഗുണം ലഭിക്കും. ആധികാരികമായി പെരുമാറുവാൻ സാധിക്കും. വിദേശവാസം ഗുണം ചെയ്യും. അടുത്ത അത്ത നക്ഷത്രമാണ്. പുതിയ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കും. ആരോഗ്യപരമായ വിഷമതകൾ ശമിക്കും. ബന്ധുക്കളിൽ നിന്നുള്ള അകൽച്ച അവസാനിക്കും. ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. സൗന്ദര്യ വസ്തുക്കളും ആഡംബര വസ്തുക്കൾക്കും വേണ്ടി ധാരാളം പണം ചിലവഴിക്കും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് കാണിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിന് യോഗം കാണുന്നു. വസ്ത്രം, ആഭരണം എന്നിവ ലഭിക്കുന്നതിന് അവസരം വന്നു ചേരും. കുടുംബസമാധാനം നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. വശ്യമായി സംസാരിക്കുവാൻ സാധിക്കും. അടുത്ത ചോദ്യ നക്ഷത്രമാണ്. ആഹാരകാര്യത്തിൽ ശ്രദ്ധ കുറയും. സർക്കാരിലേക്ക് ചെറിയ പിഴകൾ അടയ്ക്കേണ്ടി വരും. ദേഹസുഖം കുറയുന്ന സമയമാണ്. ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. അന്യരുടെ വാക്കുകേട്ട് എടുത്തുചാടി
ഒന്നും തീരുമാനിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. ഉദരസംബന്ധമായ വിഷമതകൾക്കായി ഔഷധ സേവ വേണ്ടിവരും. അടുത്ത ബന്ധുക്കൾക്ക് രോഗദുരിത സാധ്യത. വിജയം വരെ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളെ കിട്ടും. രഹസ്യ സ്വഭാവത്തിലുള്ള പ്രവൃത്തികൾ ഒഴിവാക്കുക. അടുത്ത അനിഴം നക്ഷത്രമാണ്. ആസ്ഥാനത്തുള്ള വാക്കുകളുടെ പ്രയോഗം കൊണ്ട് ശത്രുക്കൾ ഉണ്ടായേക്കാം. ആപത്കരമായ ഘട്ടങ്ങളെ അഭിമുഖീകരിച്ചു അതിൽ നിന്നും രക്ഷ നേടുവാൻ സാധിക്കും. ദുർവാശി ഒഴിവാക്കുക. ഏറ്റെടുത്ത സംഗതികൾ ഉത്തരവാദിത്തോടുകൂടി ചെയ്തു തീർക്കുവാൻ സാധിക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. ബിസിനസ്സിൽ ചില തിരിച്ചടികൾക്ക് സാധ്യത. കൃഷിയിൽ നേട്ടമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഉത്കണ്ഠ വർദ്ധിക്കുന്ന സമയമാണ്. കുടുംബത്തിൽ അസ്വാരസ്യം ഉടലെടുക്കാം. അടുത്തത് മൂലം നക്ഷത്രമാണ്. നടപ്പിലാകില്ല എന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ സാധിക്കും. പുതിയ ജോലികളിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കും. ഔദ്യോഗിക രംഗത്ത് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഉല്ലാസയാത്രകൾക്ക് തയ്യാറാകും. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. ഏറ്റെടുത്ത പദ്ധതികൾ കൃത്യസമയത്ത് പൂർത്തീകരിക്കാനാകും. കാർഷിക മേഖലയിലുള്ളവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാം. ദൂരയാത്രയ്ക്ക് യോഗമുണ്ട്. അലസത വെടിഞ്ഞ് പുതിയ കാര്യങ്ങൾക്കായി പ്രവർത്തിക്കും. നിദ്രാസുഖത്തിന് യോഗം. അടുത്ത ഉത്രാടം നക്ഷത്രമാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും. ഈശ്വരാധീനത്താൽ കാര്യങ്ങൾ അനുകൂലമായി വരും. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുക. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. ദൂരയാത്രകളും അസമയത്തുള്ള യാത്രകളും ഒഴിവാക്കുക. ജോലി മേഖലയിൽ സമ്മർദ്ദം വർദ്ധിക്കും. എല്ലാ കാര്യങ്ങളിലും അല്പം ശ്രദ്ധ ആവശ്യമാണ്. അസുഖങ്ങളെ അവഗണിക്കരുത്. അടുത്ത അവിട്ട നക്ഷത്രമാണ്. ഗൃഹാന്തരീക്ഷത്തിൽ പ്രശ്നങ്ങൾ വന്നു ചേരും. സ്ത്രീജനങ്ങൾ മുഖേന കലഹത്തിന് സാധ്യത. ദമ്പതികൾ തമ്മിൽ അലോരസങ്ങൾക്ക് സാധ്യത. ബന്ധുക്കൾ ശത്രുതാ മനോഭാവത്തോടുകൂടി പെരുമാറും. മോശം കൂട്ടുകെട്ടുകളിൽ നിന്നും മാറി നിൽക്കുക. അടുത്തത് ചതയൻ നക്ഷത്രമാണ്. അശ്രദ്ധ മൂലം ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുവാൻ ഇടയുണ്ട്. വീട്ടമ്മമാർക്ക് സന്തോഷം അനുഭവത്തിൽ വരും. തൊഴിൽ മേന്മ, സന്താനസുഖം എന്നിവ അനുഭവത്തിൽ വരും. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും. സുഖാനുഭവങ്ങൾ കൈവരും. സന്താന ഗുണമുണ്ടാകും. സത്കീർത്തി വന്നു ചേരും. വീട് നിർമ്മാണം ആരംഭിക്കുവാൻ ഉചിതമായ ദിവസമാണ്. രോഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ കാര്യങ്ങൾ തിരികെ ലഭിക്കും. അടുത്ത ഉത്രട്ടാതി നക്ഷത്രമാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനാകും. ഏറെക്കാലമായി വിവാഹ തടസ്സം നേരിട്ടവർക്ക് ആലോചനകൾ വന്നു ചേരും. സംസാരത്തിൽ മിതത്വം പാലിക്കുക. അവസാനമായി രേവതി നക്ഷത്രമാണ്. ധനത്തിനായി അന്യരെ ആശ്രയിക്കേണ്ട അവസ്ഥ വന്നു ചേരും. സ്വന്തം കഴിവിലുള്ള വിശ്വാസം ഉയർച്ച നേടിത്തരും. ബന്ധുക്കളിൽ നിന്നും സഹായം ലഭിക്കും. നേത്രരോഗങ്ങൾ അലട്ടിയേക്കാം. ഒന്നിലധികം ജോലികൾ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥ വരും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.